തമിഴിലത്തെ ആൾക്കാർ സ്റ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ആളുണ്ട്, ശ്രേയ ഘോഷൽ. ഭയങ്കര ജീവനല്ലേ പാട്ടിന്. ഇത് മറ്റേ കേരള ഫുഡ് ഇല്ല, നന്നായിട്ട് പാടും. ഹിന്ദി രസത്തിലോരോ പാടും. എന്താ കാര്യം വെച്ചാൽ എല്ലാ ഇപ്പൊ ഞാൻ പാടും, നീ പാടും, എല്ലാരും പാട്ട് പാടാൻ അറിയടാ. പാട്ട് പാടുന്ന രീതിക്ക് പാട്ട് പാടാം. ഞാൻ ഒരിക്കലും വിശ്വസിക്കാത്ത കാര്യം എനിപ്പടി ക്യാൻ ബി എ മോഡൽ എന്നൊരു സാധനമല്ലോ. അങ്ങനെ ആവാൻ പറ്റും? നമ്മൾ മോഡലായിട്ട് നമ്മളൊരു ഡിഫറെന്റ് ആയിട്ടുള്ള മമ്മൂക്കയാണ് നമ്മൾ മോഡലായിട്ട് നമുക്ക് ഇൻസ്പിറേഷൻ ആകുന്നതോ അയാൾ ഇൻഫ്ലുവൻസ് ആകുന്ന ആള് ഡിഫറെന്റ് ആയിട്ട് ഒരാളല്ലേ, നമുക്ക് ആർക്കില്ലാത്ത ക്വാളിറ്റി ഉള്ള ആളല്ലേ അയാള്. അപ്പൊ മോഡൽസ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ റാമ്പിൽ വരുന്ന ആൾക്കാർ 6 ഫീറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അവർക്ക് ഫിറ്റിംഗ് വേറെ തന്നെയല്ലേ വരുന്നത് അല്ലേ. നമ്മള് ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ ഇതിൽ ഭയങ്കര സൗന്ദര്യം, സ്കിന്നിൽ കുരുവും ഒന്നും ഇല്ലാതെ ഭയങ്കര ക്ലിയർ സ്കിന്ന് നല്ല മുടിയൊക്കെ ഉള്ള ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് എന്തിനാ? അവർക്ക് ആ ബ്യൂട്ടി ഭയങ്കരമായിട്ടുള്ളതിനെ കൊണ്ടല്ലോ. എല്ലാത്തിനും ബ്യൂട്ടി ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷെ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നത് അങ്ങനെ തന്നെയല്ലേ. കുരു ഉള്ളത് ഒരു ബ്യൂട്ടി അല്ല അല്ലേ. കുരു എന്ന് പറയുന്നത് ഒരു നമ്മളിങ്ങനെ അതിനെ എന്താ പറയാ സാധനമല്ല, അതൊരു പ്രോബ്ലമാണ്. അത് സ്കിന്നിന്റെ ഒരു പ്രോബ്ലമാണ്. അപ്പൊ കുരുള്ളത് ഒരു പ്രശ്നമല്ല, അതൊരു ഇതാക്കി കാണരുത് എന്നാണ് ആൾക്കാർ പറയാം അല്ലേ. പക്ഷെ അതൊരു പ്രോബ്ലം അല്ലേ. ഇവിടെ ഒരു ബാറുണ്ടല്ലോ, ഇവിടെ കുറെ ഉണ്ട് ഇവിടെ. അതെനിക്കറിയാം. അല്ല അപ്പൊ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങളോ നമുക്ക് കഫേ പോയിട്ട് സാലഡ് അല്ല കഴിക്കുന്നത്. ഇവരെ വിശ്വസിച്ചിട്ട് സാമ്പാറല്ലാണ്ട് പച്ചക്കറി നോക്കിട്ട് എന്തെങ്കിലും കണ്ടിട്ടേ നമ്മള് വളർന്നില്ലേ ചേച്ചി? ഈ അവിയലല്ലടാ ആദ്യമായിട്ട് കണ്ടേ, പിന്നെ മല്ലിച്ചപ്പ്. അവിയല് മല്ലിച്ചപ്പെടുമല്ലോ. അയ്യോ അവിയലല്ല, സാമ്പാറിന്റെ മോളോ. ഇനി കുഴപ്പമില്ല, ഞങ്ങളെ കേട്ടല്ലോ, ഞങ്ങള് 3 ആളെ കേട്ടല്ലോ. സങ്കടപ്പെടണം കേട്ടോ. ശരി.